ഹായ് ഓൾ, സോഷ്യോ വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിഫൻസ് മെക്കാനിസത്തെക്കുറിച്ചാണ് പറഞ്ഞത്. ഈ ക്ലാസ്സിലും ഡിഫൻസ് മെക്കാനിസത്തിൻ്റെ സെക്കൻഡ് പാർട്ടാണ് നമ്മൾ നോക്കുന്നത്. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് റേഷണലൈസേഷൻ. എന്താണ് റേഷണലൈസേഷൻ എന്ന് പറഞ്ഞാൽ? ജസ്റ്റിഫൈ അൺഅക്സെപ്റ്റബിൾ ഫീലിങ്സ്. നമുക്ക് ചില കാര്യങ്ങൾ ജീവിതത്തിൽ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളെ നമ്മൾ ചിലപ്പം ന്യായീകരിക്കും അല്ലേ. അതുകൊണ്ടാണ് ഇത് സംഭവിച്ചത് എന്നൊക്കെ നമ്മൾ പറയില്ലേ, അതുപോലെ. അടുത്തതാണ് റേഷണലൈസേഷനിൽ പ്രധാനമായിട്ടും രണ്ട് ടൈപ്പ് റേഷണലൈസേഷനാണുള്ളത്. ഒന്ന് സോർ ഗ്രേപ്പ് റേഷണലൈസേഷനും സ്വീറ്റ് ലെമൺ റേഷണലൈസേഷനും. സോർ ഗ്രേപ്പ് റേഷണലൈസേഷൻ ഡിസ്മിസസ് അൺഅക്സെപ്റ്റബിൾ ഫീലിങ്സ്. നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളെ നമ്മൾ ഡിസ്മിസ് ചെയ്യുകയാണ്. നമ്മൾ ഒരു പച്ച മലയാളത്തിൽ പറഞ്ഞാൽ ഒരു പഴഞ്ചൊല്ല് പറയും അല്ലേ, കിട്ടാത്ത മുന്തിരി പുളിക്കും. അതാണ് സോർ ഗ്രേപ്പ് റേഷണലൈസേഷൻ എന്ന് പറയുന്നത്. നമുക്കത് കിട്ടിയില്ല, അത് കിട്ടിയിട്ടും വലിയ കാര്യമൊന്നുമില്ല, അങ്ങനെ നമ്മൾ പറയില്ലേ, അതാണത്. ഒരു നെഗറ്റീവായിട്ട് നമുക്ക് സംഭവിച്ച അൺഅക്സെപ്റ്റബിൾ ഫീലിങ്ങിനെ ഒരു നെഗറ്റീവായിട്ട് നമ്മൾ എടുക്കുകയാണെങ്കിൽ അതാണ് സോർ ഗ്രേപ്പ് റേഷണലൈസേഷൻ എന്ന് പറയുന്നത്. എന്നാൽ സ്വീറ്റ് ലെമൺ റേഷണലൈസേഷൻ ഇതിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഒന്നാണ്. കൺവിൻസിങ് വൺ സെൽഫ് സിറ്റുവേഷൻ ഈസ് പോസിറ്റീവ്. കാര്യത്തെ നമ്മളെ തന്നെ കൺവിൻസ് ചെയ്യുകയാണ്. സിറ്റുവേഷൻ പോസിറ്റീവ് ആണെന്ന് നമ്മളെ തന്നെ കൺവിൻസ് ചെയ്ത് ഒരു പോസിറ്റീവ് വേയിൽ എടുക്കുന്നതിനാണ് സ്വീറ്റ് ലെമൺ റേഷണലൈസേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ രണ്ട് ടൈപ്പ് റേഷണലൈസേഷൻ നമ്മൾ പഠിച്ചു. സ്വീറ്റ് ലെമൺ റേഷണലൈസേഷനും സോർ ഗ്രേപ്പ് റേഷണലൈസേഷനും. മറ്റൊരു ടൈപ്പ് ഓഫ് ഡിഫൻസ് മെക്കാനിസമാണ് സബ്ലിമേഷൻ. എന്താണ് സബ്ലിമേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ? ചാനലിങ് അൺഅക്സെപ്റ്റബിൾ തിങ് ഇൻറ്റു സോഷ്യലി ഡിസൈറബിൾ ആക്ടിവിറ്റീസ്. നമ്മുടെ ലൈഫിൽ അൺഅക്സെപ്റ്റബിൾ ആയിട്ടുള്ള എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ അതിനെ സോഷ്യലി ഡിസൈറബിൾ ആക്കി നമ്മൾ മാറ്റുന്നു. ഫോർ എക്സാമ്പിൾ എന്താണെന്ന് പറഞ്ഞാൽ, ഇപ്പം മക്കളില്ലാത്ത ദമ്പതികളൊക്കെ ആണെങ്കിൽ എന്ത് ചെയ്യുന്നു, അനാഥാലയത്തിൽ ഭക്ഷണം കൊടുക്കുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് സബ്ലിമേഷനാണ്. അവർക്ക് അൺഅക്സെപ്റ്റബിൾ ആയ ഫീലിങ്സ്, അവർക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത ഫീലിങ്സിനെ സോഷ്യലി ഡിസൈറബിൾ ആക്ടിവിറ്റീസ് ആക്കി മാറ്റുന്നു. അതാണ് സബ്ലിമേഷൻ എന്ന് പറയുന്നത്. തേർഡ് ടൈപ്പ് ഓഫ് ഡിഫൻസ് മെക്കാനിസമാണ് ഐഡൻറ്റിഫിക്കേഷൻ. എന്താണ് ഐഡൻറ്റിഫിക്കേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ? അഡോപ്റ്റിംഗ് ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് സംവൺ എൽസ് വിത്ത് ആങ്സൈറ്റി. അതായത് നമ്മൾ ഒരു അഡ്വർടൈസ്മെൻറ്റ് കണ്ടിട്ടുണ്ട് അല്ലേ, വിശന്നാൽ നമ്മളല്ലാണ്ടായി മാറുന്നു. അതുപോലെ തന്നെ അഡോപ്റ്റിംഗ് ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് സംവൺ എൽസ് വിത്ത് ആങ്സൈറ്റി. നമ്മൾ മറ്റൊരാളായി മാറുന്നു. അതാണ് ഐഡൻറ്റിഫിക്കേഷൻ. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ 3 ടൈപ്പ് ഓഫ് ഡിഫൻസ് മെക്കാനിസമാണ് പഠിച്ചത്. റേഷണലൈസേഷൻ, സബ്ലിമേഷൻ ആൻഡ് ഐഡൻറ്റിഫിക്കേഷൻ. അപ്പോൾ ഈ ക്ലാസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി അടുത്ത ക്ലാസ്സിൽ നമുക്ക് കാണാം.